പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 8. പ്രധാന വാർത്തകൾ. വിവിധ നോട്ടുകൾ പിൻവലിച്ച് സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ (CBO). ഈ തീരുമാനം ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച തീയതി മുതൽ 360 ദിവസത്തെ കാലയളവിന് ശേഷം പ്രാബല്യത്തിൽ വരും. ഇതിനുശേഷം ഇത്തരം നോട്ടുകളുടെ ഉപയോഗം നിയമവിരുദ്ധമായി കണക്കാക്കും. 2020 മുമ്പുള്ള കാലങ്ങളിലായി CBO പുറത്തിറക്കിയ കറൻസികളുടെ ചില വിഭാഗങ്ങളുടെ ഉപയോഗമാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇത്തരം ബാങ്ക് നോട്ടുകൾ കൈവശമുള്ളവർ വരും ദിവസങ്ങളിൽ അവ മാറ്റിയെടുക്കേണ്ടതാണെന്നും അധികൃതർ വ്യക്തമാക്കി. മസ്കത്ത് ഇന്ത്യൻ എംബസിയിൽ ജനുവരി മാസത്തെ ഓപ്പൺ ഹൗസ് 12 വെള്ളിയാഴ്ച നടക്കും. എംബസി ഹാളിൽ ഉച്ചയ്ക്ക് 2:30 ആരംഭിക്കുന്ന ഓപ്പൺ ഹൗസ് വൈകുന്നേരം 4 മണി വരെ തുടരും. അംബാസഡർ അമിത് നാരംഗും മറ്റുദ്യോഗസ്ഥരും സംബന്ധിക്കും. ഒമാനിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് പരാതികളും സഹായങ്ങൾ ആവശ്യമുള്ള വിഷയങ്ങളും നേരിട്ട് എംബസി അധികൃതരെ അറിയിക്കാനാകും. മുൻകൂട്ടി അനുമതി നേടാതെയും ഓപ്പൺ ഹൗസിൽ പങ്കെടുക്കാം. റോയൽ ഒമാൻ പോലീസ് വാർഷികം ആഘോഷിച്ചു. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നിസ്വ സുൽത്താൻ ഖാബൂസ് അക്കാദമി ഫോർ പോലീസ് സയൻസിൽ നടന്ന ചടങ്ങിൽ പരേഡ് ഉൾപ്പെടെ വിവിധ പരിപാടികൾ അരങ്ങേറി. പ്രതിരോധകാര്യ ഉപപ്രധാനമന്ത്രി സയ്യിദ് ഷിഹാബ് ബിൻ താരിഖ് അൽ സഈദ് സല്യൂട്ട് സ്വീകരിച്ചു. സ്റ്റേറ്റ് കൗൺസിൽ, മജ്ലിസ് ഷൂറ അംഗങ്ങൾ, പോലീസ് ഉന്നതതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ആഘോഷ ചടങ്ങുകളിൽ സന്നിധരായിരുന്നു. ROPയുടെ സാഹസിക പ്രകടനങ്ങൾ അരങ്ങേറി. മാർച്ച് പാസ്റ്റ് ഉൾപ്പെടെയുള്ളവ ചടങ്ങിനെ വ്യത്യസ്തമാക്കി. മികച്ച സേവനം കാഴ്ചവെച്ച റോയൽ ഒമാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സുൽത്താൻ ഹൈതം ബിൻ താരിഖ് പ്രഖ്യാപിച്ച മെഡലുകൾ ഉപപ്രധാനമന്ത്രി സമ്മാനിച്ചു. പുകവലി നിർത്തുന്നതിനുള്ള ബദൽ മാർഗമായി പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നതാണ് ഇലക്ട്രോണിക് സിഗരറ്റുകൾ. സാധാരണ സിഗരറ്റുകളെപ്പോലെ തന്നെ ആരോഗ്യത്തിന് ദോഷകരമാണ് ഈ സിഗരറ്റുകളും. ഈ സിഗരറ്റുകളും ഹുക്കകളും വലിക്കുന്നതിനെതിരെ ആരോഗ്യ വിദഗ്ധർ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. ഈ സിഗരറ്റുകളും ഹുക്കകളും വിൽക്കുന്നത് രാജ്യത്ത് നിയമം മൂലം നിരോധിക്കുക കൂടി ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. ഈ സിഗരറ്റുകൾ വലിക്കുമ്പോഴുള്ള പുകയിൽ വിഷവും രാസവസ്തുക്കളും അടങ്ങിയിരിക്കുന്നതിനാൽ ആരോഗ്യത്തിന് ഹാനികരമാണ്. ഒമാനിലെ എറണാകുളം ജില്ലക്കാരുടെ കൂട്ടായ്മയായ എറണാകുളം റെസിഡൻസ് അസോസിയേഷൻ ഇറയുടെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. 200ഓളം കുടുംബാംഗങ്ങൾ പങ്കെടുത്ത പരിപാടിയിൽ കലാകായിക മത്സരങ്ങളോടൊപ്പം മസ്കത്ത് സിംഫണിയുടെ ഗാനമേളയും അരങ്ങേറി. നാടൻ ഭക്ഷണത്തോടെയുള്ള ഇറ തട്ടുകട പരിപാടിക്ക് കൊഴുപ്പേകി. ഫൈസൽ പോൻശ്ശേരി, അനീഷ് സെയ്ദ്, ബിബു കരീം, ഷിയാസ് മജീദ്, മുഹമ്മദ് ത്വയ്യിബ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഇലക്ട്രോണിക് സിഗരറ്റുകളും ഷീഷകളും അനുബന്ധ ഉൽപ്പന്നങ്ങളും നിരോധിച്ച് ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം ഉത്തരവ്. നിയമം ലംഘിക്കുന്നവർക്ക് വിവിധ ഘട്ടങ്ങളിലായി 2000 റിയാൽ വരെ പിഴ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണിതെന്നും CPA ചെയർമാൻ സാലിം ബിൻ അലി അൽ ഹക്കമാനിയുടെ ഉത്തരവ് 756/2023 പറയുന്നു. ഇലക്ട്രോണിക് സിഗരറ്റുകളും ഷീഷകളും ഹുക്കകളും അനുബന്ധ ഉൽപ്പന്നങ്ങളും വിൽപ്പന നടത്തുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നതായി കണ്ടെത്തിയാൽ 1000 റിയാൽ പിഴ ഈടാക്കും. നേരത്തെ 500 റിയാലാണ് പിഴ ഈടാക്കിയിരുന്നത്. ഇനി മുതൽ നിയമലംഘനം ആവർത്തിച്ചാൽ പ്രതിദിനം 50 റിയാൽ വീതവും പിഴയായി അടയ്ക്കണം. ഏറ്റവും ഉയർന്ന പിഴത്തുക ഒമാനി 2000 റിയാൽ ആയിരിക്കുമെന്നും സാലിം ബിൻ അലി അൽ ഹക്കമാനി പുറത്തിറക്കിയ പുതിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. പ്രഥമ മിഡിൽ ഈസ്റ്റ് സ്പേസ് ഫോറത്തിന് ഇന്ന് മസ്കത്തിൽ തുടക്കം കുറിക്കും. ഒമാൻ ഗതാഗത ആശയവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയം കാർമ്മികത്വം വഹിക്കും. മേഖലയിൽ ബഹിരാകാശ രംഗത്തുള്ള അവസരങ്ങളും സാധ്യതകളും ഫോറത്തിൽ അവതരിപ്പിക്കപ്പെടും. ഒമാനിൽ നിന്നുള്ള സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് മികച്ച അവസരമാണ് ഫോറം തുറന്നുവെക്കുന്നത്. ബഹിരാകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്നതിന് ഇവർക്ക് അവസരമുണ്ടാകുമെന്നും മന്ത്രാലയം അണ്ടർ സെക്രട്ടറി അൽ ഷിദ്ദാനി പറഞ്ഞു. മേഖലയിലെ 400-ൽ പരം വിദഗ്ധർ ഫോറത്തിന്റെ ഭാഗമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. സൗദിയിൽ കൂടുതൽ ഇന്ധന കേന്ദ്രങ്ങളും സർവീസ് സെന്ററുകളും ആരംഭിച്ചു ഒമാൻ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനി. കഴിഞ്ഞ ഡിസംബറിൽ ജിദ്ദ, മക്ക, ദമാം എന്നിവിടങ്ങളിലായി 5 പ്രദേശങ്ങളിൽ കൂടി പുതിയ സർവീസ് സ്റ്റേഷനുകൾ ആരംഭിച്ചതായി അധികൃതർ അറിയിച്ചു. ഇതോടെ സൗദിയിലെ ഒമാൻ ഓയിൽ സർവീസ് സ്റ്റേഷനുകളുടെ എണ്ണം 30 ഉയർന്നു. ATM, ഫാസ്റ്റ് ഫുഡ് കഫേകൾ, കോഫി ഷോപ്പുകൾ, ഓട്ടോമോട്ടീവ് സർവീസുകൾ, കാർ സർവീസ് സെന്റർ, കാർ വാഷ് തുടങ്ങിയവയും ഇവിടങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്.
ഒമാൻ വിഷൻ 2040, സൗദി വിഷൻ 2030 എന്നിവയുടെ ഭാഗമായി കൂടുതൽ വ്യവസായ വികസന പദ്ധതികൾ ലക്ഷ്യം വെക്കുന്നതായി ഒമാൻ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനി ജനറൽ മാനേജർ ജാബിർ അൽ വഹൈബി പറഞ്ഞു. ഒന്നാം സെമസ്റ്ററിലെ ഇസ്ലാമിക് അറബിക് പഠന വിദ്യാർത്ഥികൾക്കുള്ള പരീക്ഷകളിൽ ഫലസ്തീൻ വിഷയം ഉൾപ്പെടുത്തി ഒമാൻ വിദ്യാഭ്യാസ മന്ത്രാലയം. ഫലസ്തീൻ വിഷയത്തിൽ മന്ത്രാലയം നൽകിയ പിന്തുണയുടെ മാതൃകയ്ക്ക് അഭിനന്ദനവുമായി ഒമാൻ ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖ് അഹമ്മദ് ബിൻ ഹമദ് അൽ ഖലീലി രംഗത്തെത്തി. ഫലസ്തീൻ വിഷയത്തിൽ താൽപര്യം പ്രകടിപ്പിച്ച വിദ്യാഭ്യാസ മന്ത്രാലയത്തെയും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും അഭിവാദ്യം ചെയ്യുന്നതായും നന്ദി അറിയിക്കുന്നതായും എക്സ് പ്ലാറ്റ്ഫോമിൽ ഗ്രാൻഡ് മുഫ്തി കുറിച്ചു. ഫലസ്തീൻ ഭൂമി അധിനിവേശത്തിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുകയും അതിൻ്റെ പരമാധികാരം ജനങ്ങൾക്ക് തിരികെ നൽകുകയും ചെയ്യണമെന്നും ഈ വിജയകരമായ ചുവടുവെപ്പിൽ സയനിസ്റ്റുകളുടെ രോഷം അപ്രസക്തമാണെന്നും ഗ്രാൻഡ് മുഫ്തി കൂട്ടിച്ചേർത്തു. ഉപയോഗിച്ച വസ്ത്രങ്ങൾ, സ്പോഞ്ചുകൾ, ഫാബ്രിക്സ് തുടങ്ങിയവ കൊണ്ട് വീട്ടുപകരണങ്ങൾ നിർമ്മിക്കുന്നതും വിൽപ്പന നടത്തുന്നതും നിരോധിച്ച് ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം ഉത്തരവ്. ഇത്തരം ഉൽപ്പന്നങ്ങൾ കൊണ്ട് വീട്ടുപകരണങ്ങൾ നിർമ്മിച്ച് വിൽപ്പന നടത്തുന്നത് പിടിക്കപ്പെട്ടാൽ 1000 റിയാൽ വരെ പിഴ ലഭിക്കും. നിയമലംഘനം തുടർന്നാൽ ഓരോ ദിവസത്തിനും 50 റിയാൽ വീതം പിഴ ഈടാക്കും. 2000 റിയാൽ വരെ ഇത്തരത്തിൽ പിഴ ലഭിക്കുമെന്നും ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം അറിയിച്ചു. രാജകീയ ഉത്തരവുകൾ സംരക്ഷിക്കുന്നതിൻ്റെയും ഫർണിച്ചറുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിൻ്റെയും ഭാഗമായാണ് നടപടി. വീട്ടുപകരണങ്ങൾ നിർമ്മിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്നവരെ കണ്ടെത്തുന്നതിന് പരിശോധന നടത്തും. ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന പരാതികളിലും നടപടിയുണ്ടാകുമെന്നും അധികൃതർ ഉണർത്തി. അമീറാത്ത് മുനിസിപ്പാലിറ്റി ഗ്രൗണ്ടിൽ നടന്ന ഒമാൻ ക്രിക്കറ്റ് ലീഗിൽ OCT അമീറാത്തിനെ 44 റൺസിന് തോൽപ്പിച്ച് ഫഗോർ ടീം ജേതാക്കളായി. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഫഗോർ നിശ്ചിത 20 ഓവറിൽ 165 റൺസ് എടുത്തു. 57 റൺസ് നേടിയ ക്യാപ്റ്റൻ ജോസഫൈൻ ജോസാണ് ടോപ്പ് സ്കോറർ. 45 റൺസ് എടുത്ത വൈസ് ക്യാപ്റ്റൻ അത്തറും മികച്ച പിന്തുണ നൽകി. അവസാന ഓവറുകളിൽ വെടിക്കെട്ട് ബാറ്റിംഗ് നടത്തിയ അലി കമാൻ്റെ പ്രകടനമാണ് ഫഗോർ ടീമിന് മികച്ച സ്കോർ നേടിക്കൊടുത്തത്. അലി പുറത്താകാതെ 8 പന്തിൽ 20 റൺസ് എടുത്തു. 3 വിക്കറ്റ് വീഴ്ത്തിയ അബ്ദുള്ള മുഹമ്മദ് അൽ ബലൂഷി OCT അമീറാത്ത് ടീമിനു വേണ്ടി ബൗളിംഗിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. മഴയിൽ കുതിർന്ന് രാജ്യത്തിന്റെ വടക്കൻ ഗവർണറേറ്റുകൾ. തലസ്ഥാനം ഉൾപ്പെടെ മറ്റിടങ്ങളിൽ അന്തരീക്ഷം മേഘാവൃതമായിരുന്നു. മഴയ്ക്ക് പിന്നാലെ താപനിലയും കുത്തനെ താഴ്ന്നു. സൂർ, മസീറ, റുസ്തഖ്, ഖാബൂറ, വാദി അൽ ജിസി, ജഅലാൻ, ബനീബു അലി, ഖുറിയാത്ത്, അൽ ഖാമിൽ, അൽ വാഫി, സുഹാർ തുടങ്ങിയ വിലായത്തുകളിലാണ് മഴ ലഭിച്ചത്. കാറ്റിൻ്റെയും ഇടിയുടെയും അകമ്പടിയോടെയായിരുന്നു പലയിടത്തും മഴ കോരിച്ചൊരിഞ്ഞത്. ശക്തമായ മഴ ലഭിച്ചിടങ്ങളിലെല്ലാം വെള്ളം കുത്തിയൊലിച്ചു. വാദികൾ നിറഞ്ഞൊഴുകുകയും ചെയ്തു. വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ട് ആലിപ്പഴം വർഷിക്കുകയും ചെയ്തു. ഇതിൻ്റെയെല്ലാം ദൃശ്യങ്ങളുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു. റോഡുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ചിലയിടങ്ങളിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ചിലയിടങ്ങളിൽ അപകടം ഒഴിവാക്കുന്നതിന് ഗതാഗതം നിയന്ത്രിക്കുകയും ചെയ്തു. എവിടെയും അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്നത് വ്യത്യസ്ത കാലാവസ്ഥയെന്ന് ഒമാൻ സിവിൽ ഏവിയേഷൻ വിഭാഗം റിപ്പോർട്ടിൽ പറയുന്നു. ചൊവ്വാഴ്ച വരെ കാലാവസ്ഥയിൽ കാര്യമായ മാറ്റമുണ്ടാകും. വടക്കൻ മേഖലയിൽ അന്തരീക്ഷം മേഘാവൃതമാകും. ഇടിമിന്നലോട് കൂടിയ മഴയും ലഭിക്കും. എന്നാൽ ഉയർന്ന പ്രദേശങ്ങളിൽ കനത്ത തണുപ്പ് അനുഭവപ്പെടും. മലനിരകളിലും താഴ്ന്ന പ്രദേശങ്ങളിലുമെല്ലാം മേഘങ്ങൾ ഒഴുകി നടക്കുമെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. ഒമാൻ തൃശൂർ ഓർഗനൈസേഷൻ ഹൃദയപൂർവ്വം തൃശൂർ 2024 ഭാഗമായി റൂവി ടർഫിൽ നടത്തിയ കായിക മത്സരങ്ങളിൽ ക്രിക്കറ്റിൽ VCC വലപ്പാടും ഫുട്ബോളിൽ അഞ്ചേരി ബ്ലാസ്റ്റേഴ്സും ചാമ്പ്യന്മാരായി. തൃശൂർ ജില്ലയുടെ പ്രാദേശിക നാമങ്ങളിൽ ക്രിക്കറ്റിലും ഫുട്ബോളിലുമായി 8 വീതം ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ക്രിക്കറ്റ് ഫൈനലിൽ ആദ്യം ബാറ്റ് ചെയ്ത അഞ്ചേരി ബ്ലാസ്റ്റേഴ്സ് ഉയർത്തിയ 5 ഓവറിൽ 25 റൺസ് എന്ന വിജയലക്ഷ്യം 3.5 ഓവറിൽ വിക്കറ്റൊന്നും നഷ്ടപ്പെടുത്താതെ VCC വലപ്പാട് അനായാസ വിജയത്തോടെ ടൂർണമെന്റിലെ ജേതാക്കളാവുകയായിരുന്നു. ഫുട്ബോൾ ഫൈനലിൽ ഏറ്റുമുട്ടിയ പൾസ് FC കൊടകര അഞ്ചേരി ബ്ലാസ്റ്റേഴ്സ് മത്സരം ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞപ്പോൾ പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങി. ഷൂട്ടൌട്ടിൽ അഞ്ചേരി ബ്ലാസ്റ്റേഴ്സ് വിജയികളായി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.